ഹായ്, എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള 1-2 ടോപ്പിക് എന്ത് ചെയ്യാം, നമുക്കൊന്നും മെല്ലെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മുടെ 97ാമത് ഓസ്കാർ അല്ലേ. 2025 97ാമത് ഓസ്കാർ എല്ലാം പ്രഖ്യാപിച്ചായിരുന്നു. നമ്മളല്ലാണ്ട് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതും കൂടിയാണ് ഓസ്കാർ. നമുക്ക് ഓസ്കാർ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. അപ്പോൾ 97ാമത് 2025 പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാറിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം അല്ലേ. നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ 2025 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനോറയാണ്. അനോറയ്ക്ക് എത്ര പുരസ്കാരങ്ങൾ നേടിയെന്ന് ചോദിച്ചാൽ ANORA 5 പുരസ്കാരങ്ങൾ നേടിയെന്നുള്ളതാണ്. ഈ അനോറ എന്ന് പറയുന്ന ഒരു ചിത്രം തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, മികച്ച ചിത്രം ഏതാ? അനോറയാണ്. ആ അനോറ ചിത്രം ഡയറക്റ്റിംഗ് ചെയ്ത സീൻ ബേക്കറാണ് മികച്ച ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. ഷോൺ ബേക്കറാണ് മികച്ച ഡയറക്ടർ അല്ലേ. ഷോൺ ബേക്കറാണ് മികച്ച സംവിധായകൻ. ചിത്രം ഏതാ? അനോറ തന്നെയാണ്. ആ ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്ന ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച ഫിലിം എഡിറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. അനോറ എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയാണ്. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നതാണ് തിരക്കഥ. എഴുതിയതാരാ? ഷോൺ ബേക്കർ തന്നെയാണ്. ചിത്രം അനോറ. ഇതിൽ ഇനി നടിയാണ് നമുക്ക് അനോറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, മികച്ച നടി. അപ്പം ഇതും കൂടിയാകുമ്പം 5 ആവും. മികച്ച നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്കി മാഡിസൺ ആണ്. ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അനോറയാണ്. മൈക്കി മാഡിസൺ, ഈ കാണുന്ന മൈക്കി മാഡിസൺ. നമ്മളിൽ പലരും ഒരു പക്ഷേ അനോറ എന്ന് പറയുന്നൊരു ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ചിത്രമാണ് അനോറ. അനോറയ്ക്ക് 5 പുരസ്കാരങ്ങളാണ്. മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കി മാഡിസൺ. ചിത്രം ഏതാ? അനോറയാണ്. അനോറ. മികച്ച ചിത്രം ഏതാ? അനോറയാണ്. മികച്ച സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ. ചിത്രം ഏതാ? അനോറ. മികച്ച ഫിലിം എഡിറ്റിംഗ് ആരാണ്? അത് ഷോൺ ബേക്കർ. ചിത്രം ഏതാ? അനോറ. തിരക്കഥ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അനോറയാണ്. ആര് തന്നെയാണ്? ഷോൺ ബേക്കർ തന്നെയാണ്. ഓസ്കാറിൽ ആദ്യം ചരിത്രത്തിൽ ഒരു വ്യക്തിക്ക് 4 പുരസ്കാരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതും കൂടിയാണ് അനോറ ചിത്രത്തിലൂടെ. ആർക്ക് ലഭിച്ചു? ഷോൺ ബേക്കർ. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ അല്ലെ. നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് നടിയെ നമുക്ക് മൈക്കി കൂടി വിളിച്ചു പറയാം എന്നുള്ളതാണ് അല്ലെ. മൈക്കി മാഡിസൺ എങ്കിൽ മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ് അഡ്രിയാൻ ബ്രോഡിക്ക് കൊടുക്കുന്നു. അഡ്രിയാൻ ബ്രോഡി അല്ലേ. നമ്മൾ പറഞ്ഞതും കൂടിയാണ് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഹോർമോൺ അല്ലേ, അടിയന്തര കാലഘട്ടത്തിൽ അടിയന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ ഓസ്കാർ വേദിയിൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അടിയന്തര സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അഡ്രിയാൻ ബ്രോഡി. ചിത്രം ഏതാ? ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ഇനി അറിഞ്ഞിരിക്കേണ്ടതിൽ 2 കാര്യങ്ങൾ മികച്ച സഹനടനും സഹനടിയുമാണ്. മികച്ച സഹനടൻ ചോദിക്കുകയാണെങ്കിൽ കീറൻ കൈൻ കുൽക്കിനും, മികച്ച സഹനടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ എമിലിയ പെരസ് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് സോ സാൾഡാന എന്ന് പറയുന്നവരിലേക്കാണ്. മികച്ച സഹനടൻ കീറൻ കൈൻ കുൽക്കിൻ, സഹനടി എമിലിയ പെരസ് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് സോ സാൾഡാനയാണ് മികച്ച സഹനടി. ഓർത്തിരിക്കുക, നമുക്കിതൊക്കെയായിരിക്കും PSCയുടെ ചോദ്യങ്ങളിൽ വരിക. അറിഞ്ഞിരിക്കണം മികച്ച വിദേശ ഭാഷാ ചിത്രം. മികച്ച വിദേശ ഭാഷാ ചിത്രം ആംസ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ചിത്രമാണ്. പോർച്ചുഗീസ് ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രം കൂടിയാണ് ആംസ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ചിത്രം. കണ്ടിരിക്കേണ്ട ചിത്രമാണ്, വളരെ കണ്ടിരിക്കേണ്ട ചിത്രമാണ് ആംസ്റ്റിൽ ഹിയർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമായി നമ്മൾ തിരഞ്ഞെടുത്തു. ഈ ഒരു വർഷത്തിനകത്ത് PSC ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്ത ചിത്രം ഏത് എന്നുള്ളതാണ്. 97ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നോ അതർ ലാൻഡ് എന്ന് പറയുന്ന ചിത്രമാണ്. പഠിച്ചു വെച്ചോ, നോ അതർ ലാൻഡ് എന്ന് പറയുന്ന ചിത്രം.
എന്തെങ്കിലും പ്രത്യേകത വേണം. ഇസ്രായേൽ പാലസ്തീൻ കഥ പറയുന്ന ചിത്രമാണ് നോ അതർ ലാൻഡ്. ഇസ്രായേൽ പാലസ്തീൻ കഥ പറയുന്ന ചിത്രമാണ് നോ അതർ ലാൻഡ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായി നമ്മൾ തിരഞ്ഞെടുത്തു. ഏതാണ് ചിത്രം? നോ അതർ ലാൻഡ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് നോ അതർ ലാൻഡ്. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കറുത്തവർഗക്കാരന് മികച്ച വസ്ത്രാലങ്കാരത്തിന് പുരസ്കാരം കൊടുക്കുകയാണ്. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് കൊണ്ടുപോവുകയാണ് പുള്ളീനെ. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ പോൾ ടെസ്വൽ ആണ്. പോൾ ടെസ്വൽ. ഏതാണ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്കറ്റ്സ് എന്ന് പറയുന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് പോൾ ടെസ്വലിന് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഇവിടെ എന്ത് കൊടുക്കുന്നതാണ്? വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ പുരസ്കാരം കിട്ടി എന്നുള്ളതാണ്. ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് നമ്മളോട് ചോദിക്കാം അല്ലേ? വിക്കറ്റ്സ്, പോൾ ടെസ്വൽ മാക്സ് ഓസ്കാർ ഹിസ്റ്ററി ആസ് ഫസ്റ്റ് ബ്ലാക്ക് മാൻ ടു വിൻ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനിങ്. ചോദിച്ചുകൂടെ? നല്ല ചോദ്യം. പോൾ ടെസ്വൽ. ഏതാണ്? വിക്കറ്റ്സ് ആണ് ചിത്രം. ഓർത്തിരിക്കുക, ചരിത്രത്തിൽ ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. സോ ഇതിനകത്ത് ഈ നമുക്ക് വരുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് റിവൈസ് ചെയ്യണം, നമുക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? ശരി, നമുക്ക് അടുത്ത പുരസ്കാരത്തിലോട്ട് പ്രവേശിക്കാം. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അല്ലേ? അതാണ് 2025 പ്രഖ്യാപിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം നമുക്കറിയാം, ഇന്ത്യയിലെ മികച്ച സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. നമ്മുടെയൊക്കെ നല്ല സമയം എന്ന് പറയാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആദ്യ ഭാഷ തന്നെ മലയാളത്തിനാണ് അല്ലേ? 65 ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചു. ശേഷം എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2009 പിന്നെ അക്കിത്തം അച്യുതനാരായണൻ നമ്പൂതിരിക്ക് അക്കിത്തത്തിന് ലഭിച്ചു പുരസ്കാരം. അങ്ങനെ കൊടുത്ത് 59ാമത് പുരസ്കാരമാണ് 2024 59ാമത് പുരസ്കാരമാണ്. 59ാമത് പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. നമ്മുടെ പ്രധാന ഭാഷ, പ്രധാനം വ്യക്തി പ്രധാനമാണ് ഭാഷ, ഹിന്ദി ഭാഷയാണ്. ഹിന്ദി ഭാഷയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. ആ സംസ്ഥാനത്തിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയും കൂടിയാണ് വിനോദ് കുമാർ ശുക്ല. ജ്ഞാനപീഠ പുരസ്കാര സമ്മാനത്തുക 13 ലക്ഷമാണ്. 13 ലക്ഷം ഓർത്തിരിക്കുക, 13 ലക്ഷമാണ് സമ്മാനത്തുക. ജ്ഞാനപീഠ പുരസ്കാരം നമുക്കറിയാം 80 ശേഷങ്ങളിൽ വരുന്നവർക്കെല്ലാം, 82 ശേഷമൊക്കെ എല്ലാം ഇത് സമഗ്ര സംഭാവന പുരസ്കാരമായി നൽകുന്നത്. ഇപ്പം സമഗ്ര സംഭാവന പുരസ്കാരമാണ്. പക്ഷേ അദ്ദേഹത്തിന് 1-2 കൃതികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വിനോദ് കുമാർ ശുക്ലയുടെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കൃതിയാണ് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് PSC 3-4 വർഷം കൊണ്ട് നമ്മൾ PSC വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിരിക്കാം ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്ന കൃതി. അദ്ദേഹത്തിന് 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം, മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ചോദിക്കാം, ആരുടെ കൃതിയാണ്? വിനോദ് കുമാർ ശുക്ല. സബ് കുച്ച് ഹോനാ ബച്ചാ രഹേഗ അദ്ദേഹത്തിന് സിനിമയാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതിയാണ് സബ് കുച്ച് ഹോനാ ബച്ചാ രഹേഗ. വിനോദ് കുമാർ ശുക്ലയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കൃതിയാണ് ദീവാർ മേൻ ഏക് ഗിർഹി രാഖ് ദീ ഥി. ചോദിക്കാം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? വിനോദ് കുമാർ ശുക്ലയുടെ കൃതികളാണ്. അപ്പൊ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയാണ്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ നിന്നും ആദ്യമായിട്ട് കിട്ടുന്നു.
12ാമത്തെ ഹിന്ദി സാഹിത്യകാരൻ. 13 ലക്ഷം രൂപയാണ് നമുക്ക് നിലവിൽ സമ്മാനത്തുക അല്ലേ. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം നമ്മൾ 2 പേർക്ക് കൊടുത്തു എന്നുള്ളതാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്ക് നൽകി. ഒന്ന് ഗുൽസാർ, മറ്റൊന്ന് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഗുൽസാറിന്റെ ഭാഷ നമുക്കറിയാം ഉറുദു, ജഗദ്ഗുരു രാമഭദ്രാചാര്യയുടെ ഭാഷ അറിയാം നമുക്ക് സംസ്കൃതം അല്ലേ. സംസ്കൃതം ഒന്ന് ഓർത്തിരിക്കുക. 1 മാർക്കിന് നമ്മളോട് ചോദിക്കാം. പേര് റിലേറ്റ് ചെയ്ത് എന്ത് വേണോ ചോദിക്കാം. ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരത്തോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ അല്ലേ. സരസ്വതി സമ്മാൻ കാരണം 33ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൃതി രൗദ്ര സാത്വികം എന്ന് പറയുന്ന കാവ്യാഖ്യായികയിൽ വിഭാഗത്തിൽ വരുന്നതിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, പ്രഭാവർമ്മയ്ക്ക്. 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. നല്ല പേര്, നമുക്കിവിടെ സാധു എന്നെടുക്കാറ്. സാധു. കൃതി നോക്കൂ, സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന കൃതിക്കാണ്. 15 ലക്ഷമാണ് സമ്മാനത്തുക. ഭാഷ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം. ഇപ്രാവശ്യത്തെ സരസ്വതി സമ്മാൻ പഠിക്കാൻ നമുക്ക് എല്ലാം സായിൽ തന്നെയുണ്ട്. ദാ നോക്കിക്കോ, പുരസ്കാരം സരസ്വതി സമ്മാൻ. ലഭിച്ചതൊരു സാധുവിന്. കൃതി സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന കൃതിക്കാണ്. സുധ. ഭാഷ നോക്കൂ, സംസ്കൃതം. സ സ സ സ. സരസ്വതി സമ്മാൻ പുരസ്കാരം ഒരു സാധുവിന് നമ്മൾ കൊടുത്തു. മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസാണ്. കൃതി സുധയാണ്. സ്വാമിനാരായണ സിദ്ധാന്ത സുധയ്ക്കാണ്. ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. എത്ര സമ്മാനത്തുക? 15 ലക്ഷമാണ് സമ്മാനത്തുക. ഓർത്തിരുന്നു, ചോദിക്കും. മുന്നോട്ട് നമുക്ക് പ്രവേശിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷാ സാഹിത്യത്തിൽ മികച്ച സംഭാവനകൾക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നു. സമ്മാനത്തുക നിലവിൽ 5 ലക്ഷം രൂപയാണ്. ആദ്യം 1 ലക്ഷം രൂപയായിരുന്നു. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്, 2ാമത് തകഴി ശിവശങ്കരപ്പിള്ള, 3ാമത് ബാലാമണിയമ്മ. ലഭിച്ചാദ്യ മലയാളി വനിത ബാലാമണിയമ്മയാണ്. കൊടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് കൊടുത്തു. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവന പുരസ്കാരമാണ്. NS മാധവൻ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ നമുക്ക് NS മാധവൻ. PSCക്ക് ഒരു കാര്യമുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച NS മാധവന്റെ കൃതികളിൽ ഉൾപ്പെടാത്ത കൃതി. അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചത് സേതു മാധവന്റെ കൃതികളിൽ ഉൾപ്പെടാത്ത കൃതി ഏതെന്നായിരുന്നു. സേതു മാധവന്റെ കൃതിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണല്ലേ. അടയാളങ്ങൾ, മറുപിറവി, താളിയോല, പാണ്ഡവപുരം, നിയോഗം, കൈമുദ്രകൾ, 7ാം പക്കം, അപ്പുവും അച്ചുവും, ചേക്കുട്ടി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇതൊക്കെ തന്നിരുന്നു. അതേപോലെ നമുക്ക് NS മാധവന്റെ കൃതികൾ ഒന്ന് നോക്കിയിട്ട് പോകാം. ഹിഗിറ്റ, കൊളംബിയൻ ഫുട്ബോൾ താരമായിരിക്കുന്ന റെനെ ഹിഗിറ്റയെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ഹിഗിറ്റ. ചൂളൈ മേടിലെ ശവങ്ങൾ, തിരുത്ത്, അയോധ്യ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചിരിക്കുന്ന കൃതിയാണ് തിരുത്ത്. പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, 5 കന്യകമാർ, ദ്രൗപദി, കുന്തി, അഹല്യ, താര, മണ്ഡോദരി. അവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അതിനെക്കുറിച്ച് പറയുന്ന കൃതി. ഭീമച്ചൻ.
ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ്. പുറം മറുപുറം. അവിടെ ഇല്ലാത്തത് ചോദിക്കും, അറിയാന്നുള്ള 4 അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും ഹിഗിറ്റേക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വൻമരങ്ങൾ വീഴുമ്പോൾ. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് അതുമായി റിലേറ്റ് ചെയ്ത് NS മാധവൻ രചിച്ച കൃതിയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ. ഓർത്ത് വെച്ചോളുക, വൻമരങ്ങൾ വീഴുമ്പോൾ. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു? NS മാധവൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം നമ്മൾ വയലാർ പുരസ്കാരവും അറിഞ്ഞിരിക്കുക. 48ാമത് വയലാർ പുരസ്കാരമാണ്. മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരം എന്ന് പറയുന്നത് കൃതികൾക്കാണ് നൽകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവന പുരസ്കാരമാണ്. ഇപ്രാവശ്യത്തെ വയലാർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അശോകൻ ചരിവിൽ. ഏതാണ് കൃതി? കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് ഏത് വിഭാഗത്തിൽ വരുന്നു? അത് നോവൽ വിഭാഗത്തിലാണ്. അത് ഓർത്ത് വച്ചിരുന്നു, നോവൽ വിഭാഗത്തിലാണ്. അദ്ദേഹത്തിന്റെ കൃതി അറിഞ്ഞിരിക്കുക. സൂര്യകാന്തികളുടെ നഗരം, പരിചിത ഗന്ധങ്ങൾ, ഒരു രാത്രിക്ക് ഒരു പകൽ, മരിച്ചവരുടെ കടൽ, ജലജീവിതം, കടൽക്കരയിലെ വീട്, ആമസോൺ, കൽപ്പണിക്കാരൻ, കറപ്പൻ. അല്ലേ? നമ്മൾ എങ്ങനെയൊക്കെ ഓർത്തിരുന്നു എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. കറപ്പൻ, കൽപ്പണിക്കാരൻ, ആമസോൺ വഴി കടൽക്കരയിൽ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജലജീവിതം എന്ന് നമ്മൾ പഠിച്ചു, താഴെന്ന് പഠിച്ചു വന്നു. അത് മരിച്ചവരുടെ കടലാണെങ്കിലും. എന്നിട്ട് നമ്മൾ പറഞ്ഞു സൂര്യകാന്തികളുടെ ഗന്ധം, രാത്രിയും ഉണ്ടാവും പകലും ഉണ്ടാവും. ഇതൊക്കെ അശോകൻ ചരിവിലെ കൃതികളാണ്, ഓർത്തിരിക്കേണ്ടത്. അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ച കൃതി ഓർത്തിരിക്കുക. അത് കാട്ടൂർ കടവാണ്. ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ നോവൽ വിഭാഗത്തിലാണ്. നമുക്ക് മുന്നോട്ട് പ്രവേശിക്കാം. ചോദ്യം 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ്. വയലാർ പുരസ്കാരത്തിന്റെ സമ്മാനതുക 1 ലക്ഷം രൂപയെങ്കിൽ ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനതുക 30,000 കേട്ടോ. കെ അരവിന്ദാക്ഷനാണ് ലഭിച്ചിരിക്കുന്നു. കൃതി ചോദിച്ചാൽ ഗോപ. ഓടക്കുഴൽ കൃഷ്ണന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കൃഷ്ണൻ അരവിന്ദാക്ഷനാണ്. അരവിന്ദൻ. ഗോപബാലനാണ് കൃഷ്ണൻ. അത്രയേ ഉള്ളൂ. ഗോപ ഏത് വിഭാഗത്തിൽ വരുന്നു? നോവൽ വിഭാഗം. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഗോപ. മുന്നോട്ട് പോകാം. 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 55,555 രൂപ സമ്മാനതുക വരുന്നു. ആർക്ക് ലഭിച്ചു? എം ലീലാവതി. ഒന്ന് ഓർത്തിരിക്കണം, എം ലീലാവതി. സാഹിത്യകാരിയായിരിക്കുന്ന എം ലീലാവതി. എം ലീലാവതിയുടെ ആത്മകഥ ഞാനെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ധ്വനിപ്രയാണം. ആത്മകഥ ധ്വനിപ്രയാണമാണ്. അപ്പോൾ 2025 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ആർക്ക് ലഭിച്ചു? എം ലീലാവതി. ഏതാണ്? സമഗ്ര സംഭാവന പുരസ്കാരമാണ്. 55,555 രൂപയാണ്. ആത്മകഥയാണ് ധ്വനിപ്രയാണം എന്ന് പറയുന്നത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കൊടുത്തു. സാറാ ജോസഫിനാണ്. 3 ലക്ഷം രൂപയാണ് സമ്മാനതുകയായിട്ട് വരുന്നത്. 3 ലക്ഷം രൂപയാണ് സമ്മാനതുക. സാറാ ജോസഫിനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 1-2 കൃതി പറഞ്ഞിട്ട് പോകട്ടെ. മനസ്സിലെത്തി മാത്രം, കാടിൻ്റെ സംഗീതം, നന്മ തിന്മകളുടെ വൃക്ഷം, പാപത്തറ PS ചോദിച്ചതാണ്. 2021 നടന്ന ഒരു എക്സാമിനാണ് PS ചോദിച്ചത് പാപത്തറ. ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച കൃതി ഏതെന്നായിരുന്നു? പാപത്തറ. 2011 അവർക്ക് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചു. സാറാ ജോസഫിന് 2021 ചോദിച്ചു പാപത്തറ. ആലാഹിയുടെ പെൺമക്കൾ. വയലാർ പുരസ്കാരമാണ് ആലാഹിയുടെ പെൺമക്കൾ. ബുധിനി. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ബുധിനി. കറ. ഫെഡറൽ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് കറ. ഇതൊക്കെ ആരെഴുതി? ഒക്കെ എഴുതിയിരിക്കുന്ന സാറാ ജോസഫാണ്, അല്ലേ? മുത്തങ്ങ വന്യജീവി സംഗീതത്തിലെ അനധികൃത കുടിയേറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നിരസിച്ച വ്യക്തിയും കൂടിയാണ് സാറാ ജോസഫ്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? സാറാ ജോസഫ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 3 ലക്ഷമാണ് ഇതിന്റെ സമ്മാനത്തുക. അടുത്ത ചോദ്യം പിടിച്ചേ.
സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയ 2025 ഹരിവരാസന പുരസ്കാരം അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 1,00,000 സമ്മാനത്തുക. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 പുരസ്കാരം PSC ചോദിച്ചൊരു ചോദ്യമാണ്. വീരമണിദാസന് 2024 PSC ചോദിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 25 ഹരിവരാസന പുരസ്കാരം ചോദിക്കും, യാതൊരു സംശയം വേണ്ട. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചുകൊടുക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കേട്ടോ. ഇവിടെ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. കാരണം നമുക്കിവിടെ വെരി ഇമ്പോർട്ടൻറ്റ് 2024-2026 ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് നമുക്കൊന്ന് നോക്കണം. 2024 മുതൽ 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാ? ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഡയറക്ടർ ജനറൽ ഉണ്ടായിരിക്കണം, അജയ് മാത്തൂർ. അതൊന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. അജയ് മാത്തൂറാണ് ഡയറക്ടർ ജനറൽ. നമുക്കറിയാം ബ്രിക്സുമായി റിലേറ്റ് ചെയ്ത് PSC നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പം ബ്രിക്സ് രൂപീകൃതമായ വർഷം ചോദിച്ചു. അതുമായി റിലേറ്റ് ചെയ്യുന്നതിൻ്റെ ആസ്ഥാനമൊക്കെ ചോദിച്ച് നമ്മൾ വെറുതെ എങ്ങനെ പഠിപ്പിച്ചു അല്ലേ? ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഒന്ന് ഓർത്ത് വെച്ചോണ്ടേ. 2015 നവംബർ മാസം 30 വരുന്നു. 2 ഔദ്യോഗിക ഭാഷകളാണ്, ഇംഗ്ലീഷും ഫ്രഞ്ചുമുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ഊർജം, സുസ്ഥിര പരിസ്ഥിതി, ഒപ്പം പൊതുഗതാഗതം, കാലാവസ്ഥ എന്നിവ അംഗീകരിക്കുവാൻ ഒരു കൂട്ടം രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യമാണ് പരാഗ്വേ. കേട്ടോ, ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യമാണ് പരാഗ്വേ. നമുക്കിവിടെ 2 പ്രധാന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്താ? നിലവിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് നമ്മളാണ്, ഇന്ത്യയാണ്. 24 മുതൽ 26 വരെ. ഒരു ഡയറക്ടർ ജനറൽ ഉണ്ട്, ഇന്ത്യക്കാരനാണ്, അജയ് മാത്തൂർ. അതും ഓർത്തിരിക്കുക കേട്ടോ. ബ്രിക്സ് അല്ലേ, വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായിട്ട് വരുന്ന രാജ്യങ്ങൾ ചേർന്നായിരുന്നു ബ്രിക്സ് രൂപീകരിച്ചു എന്നുള്ളതായിരുന്നു. 2009 ബ്രിക്സ് രൂപീകൃതമായി. നമുക്കിവിടെ എന്താ 2025 ജാനുവരി മാസം 6 അതായത് ഈ വർഷം ബ്രിക്സിൽ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യ. നല്ല ചോദ്യം. ബ്രിക്സിൽ പൂർണ്ണാംഗത്വം നേടിയ രാജ്യം ഏതാ? ഇന്തോനേഷ്യയാണ്. അങ്ങനെ ബ്രിക്സിൽ പൂർണ്ണാംഗത്വം നേടുന്ന ആദ്യത്തെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമായതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. സ്റ്റേറ്റ്മെന്റ് തരാം. ബ്രിക്സിൽ അംഗമാവുന്ന ആദ്യ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. 2025 ജാനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പൂർണ്ണാംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. 24 നോക്കിക്കോടാ, 24 4 രാജ്യങ്ങൾ അവിടെ അംഗത്വം നേടിയിരുന്നു. ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, പിന്നെ ഏതാ? UAE അല്ലേ? ബ്രിക്സിൽ പൂർണ്ണാംഗത്വം നേടിയിരിക്കുന്ന രാജ്യം കൂടിയാണ്. 2025 ബ്രിക്സിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ബ്രസീലിലാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീല്. ബ്രസീൽ എവിടെ? റിയോ ഡി ജനീറോ. കേട്ടോ, 2025 നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. റിയോ ഡി ജനീറോ. ഓക്കെ, ബ്രസീലിലാണ് നടക്കുന്നത്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം റഷ്യയിലെ കസാനിലായിരുന്നു നടന്നത്. റഷ്യയിലെ കസാനിൽ. അതായിരുന്നു നമ്മളോട് ചോദിച്ചത് തന്നെ. അടുത്ത ചോദ്യം പിടിച്ചേ. 2023 JC ഡാനിയൽ പുരസ്കാരം ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ലഭിച്ച വ്യക്തി ഇപ്പം ജീവനോടെ നമ്മുടെ ഇടയിലില്ല എന്നുള്ളതാണ്. 2023 JC ഡാനിയൽ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ആർക്ക് ലഭിച്ചു? ഷാജി എൻ കരുൺ അല്ലേ? അതെ, അന്തരിച്ചു അല്ലേ? 2025 ഏപ്രിൽ മാസം 28 ഷാജി എൻ കരുൺ അന്തരിച്ചു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം. കാരണം മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം കൂടിയാണ് JC ഡാനിയേൽ പുരസ്കാരം. നോക്കൂ, 5 ലക്ഷം രൂപയാണ് സമ്മാന തുകയായിരിക്കുന്നത്. 5 ലക്ഷം രൂപ. അപ്പം 23 JC ഡാനിയേൽ പുരസ്കാരം നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 23 JC ഡാനിയേൽ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അത് ഷാജി എൻ കരുണ് ലഭിച്ചിരിക്കുകയാണ്. ഓർത്തിരിക്കുക, ഷാജി എൻ കരുൺ. ചോദിക്കും. അദ്ദേഹം അന്തരിച്ചത് 2025 ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ഷാജി എൻ കരുൺ അന്തരിച്ചത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം പഠിക്കാം. വാ. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയാണ്. പ്രഥമ ആഗോള, ആദ്യമായിട്ട് ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക റിപ്പോർട്ട് വന്നു. അതിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം നോക്കി, ലക്സംബർഗ് ആണ്. 1-ാം സ്ഥാനത്തുള്ള രാജ്യം ലക്സംബർഗ് ആണ്. മൊത്തം 180 രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കി എന്നുള്ളതാണ്. 180 രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കിയതിൽ ഇന്ത്യയുടെ സ്ഥാനം 176-ാം സ്ഥാനമാണ്. നോക്കൂ, പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176-ാം സ്ഥാനമാണ്. 176-ാം സ്ഥാനം. ഓർത്തിരിക്കുക. ഈ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ശരി വരാം. ഈ ഇന്ത്യയുടെ സ്ഥാനം 176 അല്ലേ? ഈ എന്ത് നമ്മളിങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളെല്ലാം ഉത്തരവാദിത്വമുണ്ട് ഇതിനകത്ത്. നമ്മൾ ഉൾപ്പെടെ പലരും പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം അല്ലേ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നവരായിരിക്കും. നമ്മളൊരു പക്ഷേ കൊറോണ സമയത്തൊക്കെ നമ്മൾ ചിലപ്പം പ്രതിജ്ഞ എടുത്ത് കാണും, ഇനി നമ്മൾ കൃഷിയിലോട്ട്, പ്രകൃതിയെ സംരക്ഷിച്ച് ഇനി നമ്മൾ കൃഷിയിലോട്ട് പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ എടുത്തവരായിരിക്കും കൊറോണ സമയത്ത്. അങ്ങനെ പ്രതിജ്ഞ എടുത്ത പലരും ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ മുകളിൽ ടെറസിൽ പോയി നോക്കുക, നമ്മൾ ആ ചാക്കിൽ നട്ട മുളക് തൈയില്ലേ, ഇപ്പോഴും ആ ചാക്ക് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമ്മൾ വൃക്ഷങ്ങൾ നട്ടത് മിക്കവാറും വാട്സാപ്പുകളിലായിരിക്കും. സ്റ്റാറ്റസ് ഇട്ടവരും കൂടിയായിരിക്കും. ഇടയ്ക്ക് പോയി വെള്ളം ഒഴിക്കുക. നമ്മൾ ആവേശം കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല. 176-ാം സ്ഥാനമാണ്. 180-ാം സ്ഥാനം തുർക്കിയാണ്. തുർക്കി ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180-ാമത്തെ സ്ഥാനം ആരെന്ന് ചോദിച്ചാൽ അത് തുർക്കിയാണ്. തുർക്കി. ഇന്ത്യയുടെ സ്ഥാനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 176. 1-ാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ്. ഭൂട്ടാൻ. 1-ാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ഭൂട്ടാൻ. പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയാണ്. ഓർത്തിരിക്കുക. അതുപോലെ ദാ നോക്കിക്കോ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ചോദിക്കും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വെൻബിയറിംഗ് റിസർച്ച് സെന്ററും UN സസ്റ്റൈനബിൾ സൊല്യൂഷൻ നെറ്റ്വർക്കും കൂടി ചേർന്ന് സംയുക്തമായിട്ട് തയ്യാറാക്കിയ 2025 ലോക സന്തോഷ സൂചികയിൽ നോക്കൂ, ഇന്ത്യയുടെ സ്ഥാനം 118 പഠിച്ചു വെച്ചോളുക. ഇന്ത്യയുടെ സ്ഥാനം 118. 147 രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 118. 1-ാം സ്ഥാനം ഫിൻലാൻഡാണ്. തുടർച്ചയായിട്ടുള്ള 8-ാമത്തെ തവണയും ഫിൻലാൻഡ് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഫിൻലാൻഡ് 1-ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 118. നമ്മൾ അധികം സന്തോഷത്തിലില്ല അല്ലേ? 118. 147-ാമത്തെ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. 2 ഓർത്തിരിക്കുക. 2 സൂചികയാണ് ഞാൻ തന്നിട്ട് പോകുന്നത്. 2 പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സും. ഇന്ത്യയുടെ സ്ഥാനം 118. ഓർത്ത് വെച്ചോളുക. 118. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന വയോജന കമ്മീഷൻ നിലയിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിക്കാം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സംസ്ഥാന വയോജന കമ്മീഷൻ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മളെ കേരളമാണ്. ചോദിക്കാം. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസ്സാക്കുന്നത് 2025 മാർച്ച് മാസം 19-ാം തീയതിയാണ്. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആസ്ഥാനം. എത്ര വർഷ കാലാവധി എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 വർഷ കാലാവധിയാണ്. 3 വർഷ കാലാവധി. അവിടെ അതിൽ പറയുന്ന ചെയർമാൻ ഉൾപ്പെടെ 4 പേരുണ്ടായിരിക്കണം. അതിലൊരു വനിത നിർബന്ധമാണ്. ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ചെയർമാൻ ഒന്നും നിയമിച്ചിട്ടില്ല, വരും. പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാന വയോജന കമ്മീഷൻ നിലനിന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളം. തിരിഞ്ഞു പിരിഞ്ഞ് നോക്കണ്ട, അടിച്ചു വയ്ക്കുക, കേരളമാണ്. കേട്ടോ? ചോദിക്കാം.
2025 മാർച്ച് ന്യൂയോർക്കിലെ ഇന്ത്യൻ മോഡേൺ ആർട്ട് ഗാലറിയിൽ വെച്ച് നടത്തിയ ലേലത്തിൽ 118 കോടി രൂപയ്ക്ക് വിറ്റുപോയ എം ഹുസൈൻ്റെ ചിത്രം ഏതെന്നാണ്? ഈ കാണുന്ന ചിത്രം വളരെ 118 കോടി രൂപയ്ക്ക് 118 കോടി രൂപയ്ക്ക് ഇന്ത്യയിൽ ഇതുവരെ വിറ്റഴിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ചിത്രമാണ് എം ഹുസൈൻ്റെ ഗ്രാം യാത്ര. ഗ്രാം യാത്ര എന്ന് തന്നില്ല എങ്കിൽ ഗ്രാമീണ യാത്ര എന്ന് തരും. നിങ്ങളുടെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതിനേക്കാളും ഭംഗിയായിട്ട് നമ്മുടെ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ അല്ലേ? നമ്മുടെ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ എന്നായിരിക്കും. നമ്മൾ ഇതിനേക്കാളും 118 കോടി വേണ്ട, നമുക്കൊരു 8 കോടി അല്ലെങ്കിൽ 1 കോടി തന്നാൽ മതി. നമ്മൾ അന്നും ഇന്നും വരയ്ക്കുന്നത് ഒരു വീട്, മല, സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു അല്ലേ, കുറേ പറവകൾ പറന്നു പോകുന്നു, അതിനിടയിൽ കൂടി അല്ലേ ഒരു തെങ്ങ് കാണും മിക്കവാറും അല്ലേ, ഒരു പുഴ, വീടിൻ്റെ വഴി നമ്മൾ വെട്ടിയിട്ടുണ്ടായിരിക്കും, പിന്നെ ഒരു മരവും കൂടി കൊടുത്തിരിക്കും നമ്മളിവിടെ കൂടിയെങ്കിലും, പിന്നെ അല്ലേ കുളം വരയ്ക്കാൻ മറന്നുപോയി, അതിൽ നീന്തി കളിക്കുന്ന താറാക്കൾ. ഇനിയിപ്പം നമുക്കൊന്നുമില്ല. ഗ്രാം യാത്ര ആര് വരച്ചു? എം ഹുസൈൻ. ഇന്ത്യയിൽ ഇതുവരെ വിറ്റഴിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ തൂക്കി പോയ ചിത്രമാണ് ഗ്രാം യാത്ര. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത് വാർഷികമാണ്? 2025 മാർച്ച് 12 ആദരിച്ചു. 100 ചോദിക്കാം. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടി കണ്ടുമുട്ടി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹം. 603 ദിവസമെല്ലാം നീണ്ടുന്ന വൈക്കം സത്യാഗ്രഹം. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചു. ഇവർ തമ്മിലുള്ള സംഭാഷണം വിവർത്തനം ചെയ്തത് എൻ കുമാരൻ. തിരുവിതാംകൂർ നിയമസഭയിൽ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയും കൂടിയാണ് എൻ കുമാരൻ. അദ്ദേഹമാണ് ഇത് വിവർത്തനം ചെയ്തത്. 1925 എന്ത് നടന്നോ? 2025 100-ാം വാർഷികമാണ്. ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് ഏതെന്നാണ്? ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് മധ്യപ്രദേശിൽ വന്നു. മാധവ് നാഷണൽ പാർക്കാണേ. മാധവ് മധ്യപ്രദേശ് 58ാമത് ടൈഗർ റിസർവ് വന്നു. മാധവ് നാഷണൽ പാർക്കാണ്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. 58ാമത് ടൈഗർ റിസർവ്. ഓക്കെ, ഒരു 2 ചോദ്യം കൂടി ഒന്ന് നോക്കി വെച്ചു. തൊഴിലുറപ്പ് വേതനം അല്ലേ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2025-2026 സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് എത്ര ശതമാനം ചോദിച്ചാൽ അത് 2.7%. അതായത് ഇന്ത്യയുടേതാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2025-2026 സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് 2.7%. ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിനാണ്? ഹരിയാനയ്ക്കാണ്. ഹരിയാന ആനയ്ക്ക് 4 കാലുണ്ട്, 400 രൂപയാക്കിയടാ. 400 രൂപയാണ്. 2ാം സ്ഥാനം സിക്കിമിലെ 3 ഗ്രാമപഞ്ചായത്തുകൾക്ക് 389 രൂപ കൊടുത്തു. കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും 241 രൂപ വീതമുണ്ട്. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ഇനി നമ്മുടെ കേരളമാണ്. കേരളത്തിന് 369 രൂപയാക്കി. 369 ഫാൻസി നമ്പറല്ലേ, ഒരു 3323639 ടെസ്ല കോഡാണ്. മമ്മൂട്ടിയുടെ കാറിൻ്റെ നമ്പറാണ്. 2024-2025 തൊഴിലുറപ്പ് നമ്മുടെ വേതനം 346 നിന്നും എത്ര രൂപ കൂട്ടി? 23 രൂപ കൂട്ടി. അങ്ങനെയെങ്കിൽ അത് എത്ര ശതമാനത്തിന്റെ വർധനവ്? 6.65% വർധനവ് വന്നിരിക്കുകയാണ്. അപ്പൊ എത്രയാക്കി? 369 പഠിക്കുക. എത്ര ശതമാനം? 6.65% വർധനവ്. 2 മറിഞ്ഞിരിക്കുക. തൊട്ടടുത്ത് കിടക്കല്ലേ ലക്ഷദ്വീപ്. കേരളം ചോദിച്ച PSC ലക്ഷദ്വീപ് എങ്ങാനും ചോദിച്ചാലോ? ലക്ഷദ്വീപിൽ എത്രയാക്കി? 336 രൂപയാക്കി. ലക്ഷദ്വീപിൻ്റെത് 336 ലക്ഷദ്വീപ്. ഓർത്തിരിക്കണേ, 336 ലക്ഷദ്വീപിനാണ്. ഒരു ചോദ്യം കൂടി പഠിക്കാം. 2025 മാർച്ച് 28 ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങളായിരുന്നു മ്യാൻമാറും തായ്ലാൻഡും അല്ലേ? മ്യാൻമാറിലും തായ്ലാൻഡിലും ഭൂകമ്പം ബാധിച്ചു. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയത്. ചില്ലറ ഭൂകമ്പമില്ല.
കണക്കനുസരിച്ച് 2700 പരം ആൾക്കാർ അന്തരിച്ചു എന്നുള്ളതാണ്. 2700 പരം ആൾക്കാർ അന്തരിച്ചു. ആ ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കുവാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ. ഓർത്തിരിക്കുക, ഓപ്പറേഷൻ ബ്രഹ്മ. ചോദിക്കും, യാതൊരു മാറ്റവും ചോദിക്കും. ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കുവാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താ? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലാണ്. മ്യാൻമാറിലും തായ്ലാൻഡിലും ഭൂകമ്പം ഉണ്ടായി. കൂടുതൽ ആളപായം ഉണ്ടായിരിക്കുന്ന മ്യാൻമാറിലാണ്. ഈ കാണുന്ന മ്യാൻമാറിലെ മാൻറ്റലെ എന്ന് പറയുന്ന പ്രദേശത്താണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. മാൻറ്റലെ. ഓർത്തിരിക്കുക, ഓപ്പറേഷൻ ബ്രഹ്മയാണ്. ഓപ്പറേഷൻ ബ്രഹ്മ. ഓർത്തിരിക്കുക, ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒന്ന് റിവൈസ് ചെയ്യുക. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ റിവൈസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഞാനിപ്പോൾ ഒന്ന് മെല്ലെ മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.